ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ പ്രത്യേക നമസ്കാരം നടന്നു. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ ബലിപെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക നമസ്കാരം നടന്നു. കർബലയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി നേതൃത്വം നൽകി. നമ്മിലധികം ആളുകളും ഇസ്ലാം പഠിപ്പിച്ച ഉലഹിയ എന്ന് പറയുന്ന ആ കർമ്മം നിർവഹിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ഈദ്ഗാഹിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനിയും സമയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ലഹു സഅത്തുൻ ഫലതുലഹി ഫലാ യഖ്റുബന്ന മുസല്ലന. ശേഷിയുള്ള ഒരാൾ ഉലഹിയ നിർവഹിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താതെയാണ് ഉള്ളതെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലന, അയാൾ ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതലുള്ള 3 ദിവസം കൂടി അതിനുള്ള സമയമുണ്ട്. അത് നിർവഹിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവർ, തീരുമാനിച്ചിട്ടില്ലാത്തവർ അത് ചെയ്യണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് അതിരുകൾ ഭേദിക്കാനുള്ളതല്ല. അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ആദർശ വ്യതിരിക്തതയുടെയും അനുഭവ സാക്ഷ്യം ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആഘോഷങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവിക കൽപ്പന പ്രകാരം മകനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം, പത്നി ഹാജറ, മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത്. നമസ്കാരത്തിന് ശേഷം മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി പെരുന്നാൾ സന്ദേശം നൽകി. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അതിരുകളും ഭേദിക്കാനുള്ളതാണ്. ഒരതിരുമില്ലാതെ മനുഷ്യനെ സ്വതന്ത്രരായി അർമാദിക്കുക. ഇപ്പൊ ആഘോഷമല്ല, അർമാദിക്കുക എന്നാണ് പുതിയ തലമുറയും പഴയ തലമുറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർമാദിക്കാനുള്ളതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങൾ. അതുകൊണ്ടാണ് ആ ആഘോഷത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമായി അല്ലാഹു അക്ബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്നാണ് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. കർബലയിൽ നടന്ന ഈദ്ഗാഹ് നിസ്കാരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.